ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പ്ലമേറിയ സസ്യത്തെ പറ്റിയാണ്. അപ്പോസൈനേസി കുടുംബത്തിലെ ഡോഗ് വൈൻ ചെടികളുടെ ഒരു ജനുസാണ് പ്ലമേറിയ. മിക്കവയും ഇലപ്പൊഴിയും കുറ്റിച്ചെടികളാണ്. ഈ വർഗത്തിലെ സസ്യങ്ങൾ മെക്സിക്കോ, മധ്യ അമേരിക്ക, കരീബിയൻ എന്നിവിടങ്ങളിലും ബ്രസീലിൽ തെക്കൻ പ്രദേശങ്ങളിലുമാണ് കാണപ്പെടുന്നത്. ഇവ ഊഷ്മല പ്രദേശങ്ങളിൽ കോസ്മോപൊളിറ്റൻ അലങ്കാര സസ്യങ്ങളായി വളരുന്നു. ഈ ജനുസിലെ ചെടികൾക്ക് സാധാരണ നാമം, ഇനങ്ങൾ എന്നിവ വ്യത്യാസമുണ്ട്. എന്നാൽ ഫ്രാങ്കിപാനി ഇനങ്ങളിലെ വ്യത്യാസങ്ങൾ ഏറ്റവും സാധാരണമാണ്. പ്ലമേറിയ ഒരു സാധാരണ പേരായി പ്രത്യേകിച്ച് ഹോർട്ടിക്കൾച്ചറൽ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കാറുണ്ട്. പ്ലമേറിയ പൂക്കൾ രാത്രിയിൽ കൂടുതൽ സുഗന്ധം പരത്തുന്നതിനാൽ സ്ഫിങ്സ് നിശാശലഭങ്ങൾ ആണ് പരാഗണം നടത്തുന്നത്. പൂക്കളിൽ നിന്ന് തേൻ ലഭിക്കാത്തതിനാൽ പരാഗണം നടത്തുന്ന പ്രാണികൾ ലഘുവായി കബളിപ്പിക്കപ്പെടുന്നു. തേൻ അന്വേഷണത്തിനിടയിൽ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് നിശാശലഭങ്ങൾ അശ്രദ്ധമായി പരാഗണം നടത്തുന്നു. ഇവയ്ക്ക് പൂർണ്ണപ്രകാശം ലഭിക്കുന്ന സ്ഥലം ആവശ്യമാണ്. കുറഞ്ഞത് 6-7 മണിക്കൂറുകൾ നീളണം. വീടിൻ്റെ കൈത്തട്ട്, വളപ്പ്, വീടിൻ്റെ തുറന്നായ സ്ഥലങ്ങൾ ഇവയ്ക്ക് ആവശ്യമാണ്. വെള്ളം നനയ്ക്കാത്ത നല്ല ഡ്രെയിനേജ് ഉള്ള മണ്ണ് ഇവർക്ക് ആവശ്യമാണ്. അമിതമായി വെള്ളം കൊടുക്കരുത്. ചൂട് കാലത്ത് 2-3 ദിവസം ഇടവിട്ട് മതി. ശിശിര മഴക്കാലത്ത് വളരെ കുറയ്ക്കണം. 3.8 മീറ്റർ ഉയരം വരെയാണ് ഇവയുടെ നീളം. അതിർ കടന്ന് വെള്ളം കൊടുക്കുന്നത് ഒഴിവാക്കണം. 2-3 മാസത്തിൽ ഒരിക്കൽ ജൈവവളം കൊടുക്കാം. ക്ഷേത്രങ്ങൾ, പൂന്തോട്ടങ്ങൾ എന്നിവയിൽ ഇവ വളർത്താറുണ്ട്. ഇവയെ അലങ്കാര സസ്യമായിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പാൽ പോലുള്ള ചാറ് പറ്റിയാൽ അലർജി പോലുള്ള രോഗങ്ങൾ ഉണ്ടാകും. മൃഗങ്ങൾ, കുട്ടികൾ കുടിക്കുന്നത് അപകടകരമാണ്. കാരണം ഇതിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.